Dear students, electrostatics എന്ന പാഠത്തിന്റെ ലാസ്റ്റത്തെ ടോപ്പിക് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കണ്ടക്ടേഴ്സ് ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്ത ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് എന്തിനാ? ഇലക്ട്രിക് ചാർജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ് Q at a distance R is given by V is equal to Q by 4 pi epsilon 0 R. ഇവിടെ രണ്ട് കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. അത് സ്മോൾ ഡി ഡിസ്റ്റൻസിലാണ് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പ്ലസ് ക്യൂ ചാർജ് ആണ് ഈ കണ്ടക്ടറിന്, മൈനസ് ക്യൂ ചാർജ് ആണ് ഈ കണ്ടക്ടറിന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പാസിറ്റർ ഈസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് കണ്ടക്ടേഴ്സ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. Let a capacitor is formed by two conductors as shown in this figure. If Q is the charge on one conductor, then electric potential experienced by the other conductor at a distance d is given by V is equal to Q by 4 pi epsilon 0 d. അതായത് ഇത് രണ്ട് കണ്ടക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇതിന് പ്ലസ് ക്യൂ ആണ് ചാർജ്, മൈനസ് ക്യൂ ആണ് ചാർജ്. ഇത് ഡി ഡിസ്റ്റൻസിലാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ക്യൂ ചാർജ് കാരണം ഇവിടെ ഉണ്ടാവുന്ന, അതായത് ഡി ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? V equal to Q by 4 pi epsilon 0 d എന്ന് എഴുതാം അല്ലേ. For a given capacitor, distance between the conductors is kept constant. ഇവിടെ ഈ ഡിസ്റ്റൻസ് d എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 4 pi epsilon d കോൺസ്റ്റന്റ് ആണെങ്കിൽ V will be proportional to Q എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ V is equal to C into Q, where C is the constant, then C is equal to Q by V എന്ന് നമുക്ക് എഴുതാം. So C is known as capacitance of the conductors. കപ്പാസിറ്ററിൽ വരുന്ന അടുത്ത സബ് ടോപ്പിക് ആണ് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഇത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റൻസിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ കൺസിഡർ എ കപ്പാസിറ്റർ മെയ്ഡ് അപ്പ് ഓഫ് ടു പാരലൽ കണ്ടക്ടിംഗ് പ്ലേറ്റ്സ് ഓഫ് ഏരിയ എ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് സ്മോൾ d. One of the plates is earthed. When Q charge is given to the plate, then minus Q charge will be induced on the inner side of the right plate and consequently plus Q charges on the outer side of the right plate. സോ എന്താണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്? രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുക. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി ആണ്. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. ഇതിൽ ഒന്നിൽ നമ്മൾ പ്ലസ് ക്യൂ ചാർജ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നർ സൈഡ് മൈനസ് ക്യൂ ആവും, റൈറ്റ് സൈഡിന്റെ ഇന്നർ സൈഡ് മൈനസ് ക്യൂവും ഔട്ടർ സൈഡ് പ്ലസ് ക്യൂവും ആവും. ഈ ഔട്ടർ സൈഡ് നമ്മൾ എർത്ത് ചെയ്യുന്നുണ്ട്. ഈ പ്ലസ് ക്യൂവിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്ലസ് സിഗ്മയും ഇതിന്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയാണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, as the outer side of the right plate is earth, ഇത് അവിടെ കാണിച്ചിരിക്കുന്നത് outer side of the right plate നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? earth ചെയ്തിട്ടുണ്ട്. plus q charges are pushed to earth. so plus q charges on the outside of this plate is pushed to earth അല്ലേ. now the two plates are charged with equal but opposite charges. ഇവിടെ നോക്ക്, രണ്ട് പ്ലേറ്റ്സും ഈക്വൽ ചാർജ് ആണ്, പക്ഷെ എന്താ ഓപ്പോസിറ്റ് സൈൻ ആണ് അല്ലേ. If we assume that the area of the two plates considerably large like an infinite sheet, then the system of two plates act like two infinite sheets kept parallel. അപ്പോൾ ഇതെന്താ പറയുന്നത്? ഇത് രണ്ട് ഇൻഫിനിറ്റ് ഷീറ്റ്സ് ആണെന്ന് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. ഈ രണ്ടെണ്ണം എന്താണ്? ഇൻഫിനിറ്റ് ഷീറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക. പാരലലി വെച്ചിട്ടുള്ള ഇൻഫിനിറ്റ് ഷീറ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക. വി നോ ദാറ്റ് such a system has electric field existing only between the plates which is given by E is equal to sigma by epsilon 0. അങ്ങനെയുള്ള കേസിൽ ഇവിടെ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാം. E is equal to sigma by epsilon 0, where sigma is the surface charge density. ഇവിടെ സിഗ്മ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യലിന്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ എഴുതാം? E is equal to V by D, where V is the electric potential and D is the distance between the plates. So ഇതിൽ നിന്ന് V ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? E into D എന്ന് എഴുതാം. പക്ഷെ V is equal to നമുക്ക് ഓൾറെഡി അറിയാം സിഗ്മ ബൈ ആപ്സിലോൺ 0
പക്ഷെ ഇ ഈക്വൽ ടു സിഗ്മ ബൈ ആപ്സിലോൺ 0 ആണ്. അപ്പൊ ഇന്റെ സ്ഥലത്ത് നമ്മൾ സിഗ്മ ബൈ ആപ്സിലോൺ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് വി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ആപ്സിലോൺ 0 ഇൻറ്റു ഡി. പക്ഷേ ഓൾറെഡി നമുക്കറിയാം കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. അപ്പൊ ഈ വിക്ക് നമ്മൾ സിഗ്മ ബൈ ആപ്സിലോൺ 0 ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യൂ നമുക്കറിയാം ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. So Q by V is equal to sigma A by sigma D by epsilon 0. Sigma cancel ആയി പോകും. ഈ epsilon 0 മേലെ വരും. So C is equal to A epsilon 0 by D എന്ന് വരും. It is clear that capacitance depends only on the dimensions of the capacitor. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? കപ്പാസിറ്റൻസ് നമ്മുടെ കപ്പാസിറ്ററിന്റെ ഡയമെൻഷൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വേർ എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആപ്സിലോൺ 0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. ഇത്രയുമാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കപ്പാസിറ്ററിൽ വരുന്ന അടുത്ത സബ് ടോപ്പിക് ആണ് എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എന്താണ് എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? ഇവിടെയും രണ്ട് പാരലൽ പ്ലേറ്റ്സ് ഓഫ് ക്രോസ് സെക്ഷൻ എ കൺസിഡർ ചെയ്യാം. ഇവിടെ പ്ലസ് ക്യൂ ചാർജ് ഈ ഒരു പ്ലേറ്റിൽ നിന്നും ഈ ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ഡി ആണ്. സോ ഡി ക്യൂ എന്ന് പറയുന്നത് ഒരു സ്മോൾ ചാർജ്. സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അറ്റ് ഷോൺ. കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ചാർജസ് ഫ്രം ദ പ്ലേറ്റ് ടു അതർ. അതായത് ഈ ചാർജ് പ്ലേറ്റ് എങ്ങനെയാണ് ചാർജ് ആവുന്നത്? ഒന്നിൽ നിന്ന് മറ്റിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിട്ടാണ് അല്ലെ. ഇഫ് ക്യൂ ഈസ് ദ ചാർജ് ട്രാൻസ്ഫർഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ദെൻ പൊട്ടൻഷ്യൽ ഡെവലപ്ഡ് അറ്റ് ഈസ് ഗിവൺ ബൈ. ഇപ്പൊ ക്യൂ എന്ന് പറയുന്ന ചാർജാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി എന്ന് നമുക്ക് പറയാം അല്ലെ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്, V പൊട്ടൻഷ്യൽ, C കപ്പാസിറ്റൻസ്. ഫർദർ ചാർജസ് ആർ ടു ബി ട്രാൻസ്ഫർഡ് ബൈ ഡൂയിങ് വർക്ക് അഗെയിൻസ്റ്റ് ദ പൊട്ടൻഷ്യൽ ഡെവലപ്ഡ്. ഇനി അടുത്ത ചാർജ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ പൊട്ടൻഷ്യലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യണം അല്ലെ. വർക്ക് ടു ബി ഡൺ ഈസ് ഗിവൺ ബൈ ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് W ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ആണ് അല്ലെ. ഇനി ഡി ക്യൂ എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് ആണ്. അതായത് നമുക്ക് ഈ പൊട്ടൻഷ്യൽ വിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡി ഡബ്ല്യു ചെയ്യണം. അപ്പൊ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡി ക്യൂ ഇൻറ്റു വി എന്ന് നമുക്ക് എഴുതാം. വി നമുക്കറിയാം ക്യൂ ബൈ സി ആണ്. അപ്പൊ സോ ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂ എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡി ക്യൂ. വി നമുക്കറിയാം ക്യൂ ബൈ സി ആണ്. അപ്പൊ വിക്ക് നമ്മൾ ക്യൂ ബൈ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു ഡി ക്യൂ. ഓക്കെ, അപ്പൊ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു ക്യൂ ഡി ക്യൂ എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ചാർജ് ഡി ക്യൂവിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായ വർക്കാണ് അല്ലെ. നമുക്ക് ടോട്ടൽ ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് ടോട്ടൽ വർക്ക് എന്താണ്? ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. സോ ദ ടോട്ടൽ വർക്ക് ടു ബി ഡൺ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രിക് ചാർജസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് W ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ക്യൂ ഈസ് ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ ക്യൂ ക്യൂ ബൈ സി ഡി ക്യൂ. ഇപ്പോൾ 1/c നമുക്ക് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാം ഇൻറ്റു ഇന്റഗ്രൽ ക്യൂ ഈക്വൽ ടു 0 ടു ക്യൂ ക്യൂ ഡി ക്യൂ 1/c. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് q²/2 ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് ക്യാപിറ്റൽ ക്യൂ കൊടുക്കുന്നു. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ W ഈക്വൽ ടു q²/2c കിട്ടും. സോ q ഈസ് ഈക്വൽ ടു CV ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ക്യൂവിന്റെ സ്ഥലത്ത് നമ്മൾ CV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c²v²/2c കിട്ടും. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ C ക്യാൻസൽ ചെയ്യുമ്പോൾ W ഈസ് ഈക്വൽ ടു ഹാഫ് CV² എന്ന് കിട്ടും. This is the final potential difference between the plates after transferring the required amount of charge between the plate. അതായത് റിക്വയർഡ് എമൗണ്ട് ഓഫ് ചാർജ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലേറ്റിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ദിസ് മച്ച് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ കപ്പാസിറ്റർ. ഇത്രയും എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കപ്പാസിറ്ററിൽ സ്റ്റോർ ആവുമെന്നാണ് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു യു വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് CV² വിച്ച് ഈസ് ഈക്വൽ ടു q²/2c. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുള്ളത്. ഇതോടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.